ഹായ് ഗൗരിയാണേ, വെൽക്കം ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു കോട്ടൺ 3 പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട്, ഇത് കൂടാതെ വേറൊരു ഷെയ്ഡും വരുന്നുണ്ട്. ആക്ച്വലി നമ്മളിതൊരു ഓണം ടൈമിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് റീസ്റ്റോക്കിംഗ് ആണ്. അപ്പോൾ ഒരുപാട് കസ്റ്റമർക്ക് വന്നിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റീസ്റ്റോക്കിംഗ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ വന്നിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇത് പിന്നെ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കാരണം ചില ഐറ്റംസ് ഒക്കെ വന്നിട്ട് നമുക്ക് നല്ല എൻക്വയറി ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇനിയും വേണം, ഇനി കൊണ്ടുവരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് മാക്സിമം ഞാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റീസ്റ്റോക്കിങ് ചെയ്യാൻ നോക്കാറുണ്ട്. അതേപോലെ റീസ്റ്റോക്കിംഗ് ആണ്. ഇത് നല്ല ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റിയുള്ള നല്ല ഐറ്റം ആണെന്നുള്ളത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത് കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. നല്ല ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചൂട് കാലമാണ്. ജസ്റ്റ് ഒന്ന് മഴക്കാലം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെയും ഭയങ്കര ചൂടാണ്. നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ അത്രയ്ക്ക് ചൂടാണ്. ആ ഒരു പുറത്ത് പോകുന്ന ടൈമിൽ ഓഫീസ് വെയർ ഒക്കെ ഇടാൻ പറ്റിയ നല്ല 2 ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിപ്പം വേറെ ഇരിക്കുന്ന വന്നിട്ട് ഒരു ബ്രിക്ക് റെഡ് ആണ് വരുന്നത് കേട്ടോ. ബ്രിക്ക് റെഡ് ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ബ്രിക്ക് റെഡ് അല്ല, നല്ല ഡാർക്ക് ആണ് കേട്ടോ. നല്ലൊരു എലഗൻ്റ് ആണ്. ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ നെക്ക് പോലെ വന്നിട്ട് സെൻട്രൽ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് പോലെയാണ് വരുന്നത്. ഞാൻ എൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഒരു രക്ഷയും ഇല്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഈ കുർത്തിയിൽ ഓൾ ഓവർ വന്നിട്ട് ഒരു വർക്ക് പോകുന്നുണ്ട്. അതൊരു എലഫൻറ്റ് വർക്കാണ് പോണത്. ഇത് കണ്ടോ, സ്ക്വയർ നെക്കാണ്. നെക്കൊക്കെ വന്നിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ. ആക്ച്വലി വന്നിട്ട് നിങ്ങൾക്ക് എൽ സൈസ് ആണെങ്കിൽ എൽ സൈസ് തന്നെ എടുത്താൽ മതി, പ്ലസ് സൈസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ ചുരുങ്ങുന്ന ഫാബ്രിക് ഒന്നും അല്ല കേട്ടോ. കാരണം നിങ്ങൾ കറക്റ്റ് സൈസ് എടുത്താൽ മതി. ഓൾറെഡി എൽ സൈസ് ആണെങ്കിൽ തന്നെയും എൽ സൈസുകാർക്ക് കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോട്ടൺ ആയതുകൊണ്ട് പ്ലസ് സൈസ് എടുക്കണമെന്ന് വിചാരിച്ച് പ്ലസ് സൈസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ വന്നിട്ട് പ്ലസ് സൈസ് എടുക്കും, എന്നിട്ട് അത് പിന്നെ അവർക്ക് കറക്റ്റ് ആവാതെ വരും. അങ്ങനെ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. മനസ്സിലായില്ലേ? സൈസ് വേരിയേഷൻ വന്നിട്ട് റിട്ടേൺ ഓപ്ഷൻ ഇല്ല, ഡാമേജിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം എപ്പോഴായാലും പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൽ മാത്രമാണ് ലൈനിങ് ഇല്ലാത്തത്. കോട്ടൺ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ബോഡി പോർഷനിൽ വന്നിട്ട് ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ലൈനിങ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ബ്രിക്ക് റെഡിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ് ആ ഒരു ഫ്ലോറൽ വർക്ക് പോണത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ ഈ യോക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ട് വന്നിട്ട് ഫുൾ ഡോട്ട് വർക്കാണ് ചെയ്യുന്നത്. ഈ ഡോട്ട് വർക്കാണ് വന്നിട്ട് പാൻറ് വരുന്നത് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. പാൻറ് വന്നിട്ട് ആ യോക്ക് ഏരിയയിൽ കാണുന്ന ഈ ഒരു വർക്കുണ്ടല്ലോ, ഈ ഒരു വർക്കിൻ്റെ ഇതാണ് പാൻറ് വരുന്നത്. നല്ല ഒരു അത്യാവശ്യം ലൂസ് പാൻറ്റാണ്. ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ പട്ട പോലെ കൊടുത്തിട്ട് ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വന്ന് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പോക്കറ്റ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. ടോപ്പിൻ്റെ ലെങ്ത് 47 ആണെങ്കിൽ പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് 39 തന്നെ വരുന്നുണ്ട്. നല്ല ഒരു ലൂസ് പാൻറ് കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയണത്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട വന്നിട്ട് നല്ല വീതിയും നീളവും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ചെറിയ ഏജ് ആയിട്ടുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് കുർത്തീൻ്റെ പകുതി പോർഷൻ വന്നിട്ട് കുർത്തീൻ്റെ വർക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻ വന്നിട്ട് പാൻറ്റിൻ്റെ ആ ഒരു ഫ്ലോറൽ വർക്കും പോകുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം. തട്ടമിടുന്നവർക്ക് തട്ടമിട്ട് യൂസ് ചെയ്യാം, വൺ സൈഡ് യൂസ് ചെയ്യുന്നവർക്ക് വൺ സൈഡ് യൂസ് ചെയ്യാം. 2 സൈഡ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണം യൂസ് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് വന്നിട്ട് ഒരു ബ്രിക്ക് റെഡ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. രണ്ടും നല്ല രസമുണ്ട് കാണാനായിട്ട്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. അത്രയ്ക്കും ഭംഗിയായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കൊള്ളാമെന്ന് എടുത്ത് പറയണത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം ആയിരിക്കും, ഒരു ഡിഫറൻസും വരുന്നില്ല, സെയിം തന്നെയാണ്. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കണ്ടത് ഒരു ബ്രിക്ക് റെഡ് ആണെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത് കേട്ടോ. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം ആയിരിക്കും, ഒരു ഡിഫറൻസും വരുന്നില്ല. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. ഇത് ബ്ലാക്കിൽ വന്നിട്ട് ബ്രിക്ക് റെഡ് ആണ് വരുന്നത്. ഇതിൽ വന്നിട്ട് ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് ആണെങ്കിൽ ഇത് ബ്ലാക്ക് ആണ് മെയിനായിട്ട് വരുന്നത്.
ഇതിൽ വരുന്ന ഒരു ഫ്ലോറൽ വർക്ക് വന്നിട്ട് ബ്രിക്ക് കട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. യോക്കേരിയിൽ കാണുന്ന സെയിം വർക്കാണ്. ബാക്കേരിയ ഇലാസ്റ്റിക്, ഫ്രണ്ട് പോർഷൻ വന്നിട്ട് വട്ട പോലെ കൊടുത്തിട്ട് ലൂസ് പാൻറ് നമ്മൾ നേരത്തെ കണ്ട സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെയിം ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ റീൽസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെയിലി ഒന്ന് വാച്ച് ചെയ്താൽ മതി. വീഡിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റീൽസ് ആയിട്ടും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് വന്നിട്ട് ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത് M to XXL വരെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ കറക്റ്റ് സൈസ് നിങ്ങൾ വാങ്ങിയാൽ മതി. ഇത് കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പ്ലസ് സൈസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഐറ്റത്തിന് കേട്ടോ. അങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. 1049 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഓക്കെ, 1049. നമ്മളിത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഓണം ടൈമിൽ 1099 എന്തോ ആണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളൊരു പ്രൈസ് ഡ്രോപ്പ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 1049 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ട ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കും മാക്സിമം വീഡിയോ കണ്ട ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകും കേട്ടോ. ചിലരൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ആക്ച്വലി പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പം തന്നെ ഒരു റീൽസ് ഇടാറുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ചെയ്തിട്ടുള്ള റീൽസ് ഇടാറുണ്ട്. ആ ഒരു ടൈമിലൊക്കെ വന്നിട്ട് നല്ല ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ നമുക്ക് പ്ലസ് സൈസ് ഒക്കെ സെല്ലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാക്സിമം വെയിറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. വീഡിയോ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, ആ ടൈമിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ചില പ്രോഡക്റ്റ് ഒക്കെ വന്നിട്ട് റീൽസ് ഇടുമ്പോൾ തന്നെ മാക്സിമം തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. ആ ടൈമിൽ നിങ്ങൾ എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മെസ്സേജും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ഗിവ് അവേ ഉടനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ 7K ആവാറായിട്ടുണ്ട്. കുറച്ച് ദിവസത്തോടെ ആവട്ടെ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഇപ്പം നമ്മുടെ ഓണം ഗിവ് അവേസും സെക്കൻഡ് സാറ്റർഡേയുള്ള ഗിവ് അവേ ഒക്കെ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ 7Kയിലേക്ക് വേണ്ടി സംതിങ് സ്പെഷ്യൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ 7K ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു ഗിവ് അവേ വെക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി വീഡിയോ വാച്ച് ചെയ്യുക. നമ്മൾ ഏത് വീഡിയോയിലാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡെയിലി വന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി കർഷൻ.